Hi everyone, welcome to Athira Accounts. How I cracked 94 plus in RBI Assistant. Okay, ഇത് ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ലെക്ക് ഒരു ഗസ് വർക്ക് കൊണ്ട് ചെയ്തതല്ല. ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി പ്യുവർ സ്ട്രാറ്റജി. ഓക്കെ, നമുക്ക് അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ RBI അസിസ്റ്റൻറ്റിൽ കഴിഞ്ഞ തവണ ട്രിവാൻഡ്രം സോണിൽ ഉണ്ടായിരുന്ന കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറി ഇറ്റ് ഇസ് 95.25, അതുപോലെ EWS 89.50 ആണ്, OBCയുടെ 93.75, ദെൻ ഫോർ ST 73. ഓക്കെ, ചെന്നൈയിലാണെങ്കിൽ ഇറ്റ് ഫോർ SC 92 ആണ്, OBC കാറ്റഗറി 94.50, EWS എന്ന് പറയുന്നത് 88 ആൻഡ് ജനറൽ കാറ്റഗറി ഇറ്റ് ഇസ് 95. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, RBI അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് കട്ട് ഓഫ് ലെവൽ ഒബ്വിയസ്ലി 90+, അതായത് എങ്ങനെ ആയാലും 92 to 96 വരെ എപ്പോഴും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്രിലിമിനറി സ്റ്റേജ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് മെയിൻ സ്റ്റേജ് ക്ലിയർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബിഫോർ എങ്ങനെയാണ് ഞാൻ സെക്യൂർ ചെയ്തതിന് മുന്നേ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് എൻ്റെ സ്കോർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ RBI അസിസ്റ്റൻറ്റിനെ നോക്കിയായിരുന്നു, കിട്ടിയില്ല, കുറച്ച് സ്കോർസ് മാത്രമേ എൻ്റെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ. അപ്പം ഞാൻ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, സി ഹിയർ ഇവിടെ പ്രിലിമിനറിയും അതുപോലെ തന്നെ മെയിൻസിൻ്റെയും കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഡിലീറ്റഡ് ആയിപ്പോയി. അപ്പം ഞാൻ കയ്യിലുള്ളത് മാത്രം അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സി ഇത് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ്, അതായത് SBI ക്ലർക്ക് പ്രിലിംസിന് 61.75 ആയിരുന്നു എനിക്ക് സെക്യൂർ ചെയ്തത്. അന്നത്തെ കട്ട് ഓഫ് 55.50. ഓക്കെ, ഇത് IBPS PO പ്രിലിംസ് ആണ്, 63 ആണ് എനിക്ക് സെക്യൂർ ചെയ്ത മാർക്ക് എന്ന് പറയുന്നത്. കട്ട് ഓഫ് 54.25 ആയിരുന്നു. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് RRB POയുടെ പ്രിലിംസ് ആണ്, അത് 61.75 ഉണ്ട്. ഓക്കെ, ഇനി ഇത് UISC AOയുടെ മെയിൻസ് ലെവൽ എക്സാംസ് ആണ്, അത് 147.51 ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 200. ഓക്കെ, സി അടുത്തത് RRB അസിസ്റ്റൻ്റ് ആണ്, അസിസ്റ്റൻറ്റിൽ എനിക്ക് 106.44 ഉണ്ടായിരുന്നു. അടുത്തത് LIC ADO ആണ്. LIC ADOയിൽ ഇതിൽ 2 മാർക്ക് വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പ്രിലിമിനറിയുടെയും അതുപോലെ തന്നെ മെയിൻസിൻ്റെയും. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷ് സ്റ്റാർ ഇട്ടിരിക്കുന്നത് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് കൗണ്ടബിൾ ആണ്, അതായത് പ്രിലിമിനറിക്ക് ഇംഗ്ലീഷ് ക്വാളിഫൈ നേച്ചർ ആയിരുന്നു. ഓക്കെ, അതുപോലെ ഇവിടെ മെയിൻസിൻ്റെ ലെവൽ സെക്യൂർ ചെയ്ത മാർക്കും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ടു ഗെറ്റ് എ ഐഡിയ ഹൗ ഐ ക്രാക്ക് ദീസ് ഡിഫറെൻറ്റ് എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചില എക്സാംസിന് ഹൈ മാർക്ക് ഉണ്ടാവും, 60 to 70 അല്ലെങ്കിൽ 70 എബോവ് കട്ട് ഓഫ് ഉണ്ടാവും. ചില എക്സാംസ് പ്രിലിംസ് തന്നെ ക്വാളിഫൈ ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഹൗ വി ആർ ഡൂയിങ്. ഓക്കെ, ദാറ്റ് ഇസ് ജസ്റ്റ് പ്യുവർലി ബിക്കോസ് ഓഫ് ദ പ്രാക്ടീസിങ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് RBIക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തരാം. അതായത് ഫസ്റ്റ് ഇപ്പോൾ കോൺസിനെ കുറിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം കോൺസിൻ്റെ സ്ട്രാറ്റജി പറയാം. ഓക്കെ, അതായത് നമ്മൾ ആദ്യം തന്നെ കോൺസിൽ ഇപ്പോൾ ഒരു 35 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രിലിംസിൽ ഉണ്ടാവുക, 20 മിനിറ്റ്സ്. ഓക്കെ, ഈ 20 മിനിറ്റ്സിൽ ഞാൻ പറയുന്ന സെക്ഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. സിംപ്ലിഫിക്കേഷൻസ്, അതുപോലെ അപ്രോക്സിമേഷൻ. ഓക്കെ, ഇനി നമ്പർ സീരീസിൽ അല്ലെങ്കിൽ റോങ് നമ്പർ സീരീസ്. ഓക്കെ, ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് DI നമ്മുടെ വരുന്നത്. ഇതിൽ തന്നെ ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ടാവാം. ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻസോളം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ടാവാം. ഓക്കെ, അതിൽ 2 or 3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വിത്തൗട്ട് യൂസിങ് പെൻ ആൻഡ് പേപ്പർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 2 ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് എടുക്കേണ്ടതുണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് സിംപ്ലിഫിക്കേഷൻ നോക്കിയതും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും. അപ്രോക്സിമേഷൻ വന്നാൽ മാത്രം അതും ഡെസിമൽസ് ലൈക്ക് 99.99 എന്ന് വന്നാൽ 100% ആക്കാം. മിക്സഡ് ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ മാത്രമേ അത് കുറച്ചും കൂടി കാൽക്കുലേറ്റ് ആവുള്ളൂ. അതുപോലെ റോങ് നമ്പർ സീരീസ് വന്നാൽ അതിലും 4 ക്വസ്റ്റ്യൻസോളം എങ്കിലും എളുപ്പമായിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ലെവൽ വരുന്നുള്ളൂ. ഓക്കെ, ഇനി DA കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടേബിൾ ആയിക്കോട്ടെ, ബാർ ആയിക്കോട്ടെ, ലൈൻ ആയിക്കോട്ടെ, പൈ ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി ഈസി ലെവലായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 20 മിനിറ്റ്സിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു
10 to 15 മിനിറ്റ്സ് ഉണ്ട്, ഒരു 10 to 12 മിനിറ്റ്സോളം ഏകദേശം ഈ ഒരു കംപ്ലീറ്റ് സെക്ഷൻസ് ഫില്ല് ചെയ്യാം. ഓക്കെ, അതായത് ഇതിൽ വരുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 35 ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ ഒരു സ്റ്റേജസിൽ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ചിലപ്പോൾ കേസ്ലെറ്റ് ഈസി ആവാം, ഈസി ആണെങ്കിൽ മാത്രം അത് അപ്രോച്ച് ചെയ്യുക. കേസ്ലെറ്റ് വരുമോ എന്നറിയില്ല, ബട്ട് കേസ്ലെറ്റ് ചില കേസസ് വിത്തിൻ 2 സെൻറ്റൻസ് ഒക്കെ തന്നിട്ട് അത് എളുപ്പമാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ സോൾവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മാക്സിമം 10 ക്വസ്റ്റ്യൻസ് ആണ്, ചിലപ്പോൾ 8 to 12 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് വേർഡ് പ്രോബ്ലംസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്നിരിക്കും. അപ്പോൾ അരിത്തമാറ്റിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടേക്ക് ജസ്റ്റ് ഫുൾ ടൈം എടുക്കേണ്ട, ഒരു 8 എടുക്കാം. അതായത് ഒരു 8 മിനിറ്റ് ഏകദേശം കിട്ടിക്കഴിഞ്ഞാൽ അരിത്തമാറ്റിക്കിന് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, അതിൽ മിക്കവാറും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പേഴ്സൻറ്റേജ്, മെൻസുറേഷൻസ്, അതുപോലെ തന്നെ റേഷ്യോയിൽ വരുന്നത്, ആവറേജിൽ വരുന്നത്, ഈ പ്രോബ്ലംസ് എല്ലാം ഈസി ആയിട്ട് തന്നിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ട് ആൻഡ് സ്ട്രീംസിൽ വരും, ചിലപ്പോൾ ട്രെയിന് വരാം. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം റാൻഡംലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചിലപ്പോൾ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുള്ളൂ. അത് മാത്രം കുറച്ചും കൂടി കാൽക്കുലേറ്റീവ് ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ 35 ക്വസ്റ്റ്യൻസിൽ മാക്സിമം നിങ്ങൾക്ക് 30+ എങ്കിലും സ്കോർ ചെയ്യുക. 30+ to 35 ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. എങ്ങനെയെങ്കിലും 30+, അതായത് 32 എങ്കിലും ചെയ്യുക. കാരണം ഇവിടെ നെഗറ്റീവ് മാർക്കാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. 30+ അറ്റൻഡ് ചെയ്യാമെന്ന് വെച്ചാൽ വിത്ത് അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതായത് ഒരു 32 മാർക്ക്, നമുക്ക് 32 മാർക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ ഡസൻ മാറ്റർ. അപ്പോൾ ഞാൻ കോൺസിൽ പൊതുവെ കുറച്ച് ഓക്കെ ആയതുകൊണ്ട് നമ്മൾ 30 to 33 നോക്കും. അതിൽ വീക്കായിട്ട് വരുന്ന ഒരു നമുക്ക് കിട്ടാതിരുന്നെന്ന് വെച്ചാൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസെൻട്രേറ്റ് സ്ട്രാറ്റജി. ഈസി ആയിരിക്കും, വിത്തൗട്ട് യൂസിങ് പെൻ ആൻഡ് പേപ്പർ തന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ കോൺസെൻട്രേറ്റ് സ്പീഡ് നിങ്ങൾ കൂട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം കാൽക്കുലേഷൻ സ്പീഡാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ലാസ്റ്റ് ഒരു 8 മിനിറ്റ് എങ്കിലും അരിത്തമാറ്റിക് സെക്ഷൻസിന് കീപ്പ് ചെയ്യുക. ഇപ്പോൾ അവിടെ അരിത്തമാറ്റിക് സെക്ഷൻസിൽ ഇപ്പോൾ നിങ്ങൾ എല്ലാം കഴിഞ്ഞു, ഒരു 25 സെക്കൻഡ്സ് റിമൈനിങ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേഗം ഒന്ന് പോയിട്ട് ഒരു വേർഡ് പ്രോബ്ലം നോക്കുക. വേർഡ് പ്രോബ്ലം ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എക്സാമാണ് RBI അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പെൻ അവിടെ യൂസ് ചെയ്യണമെന്നില്ല, മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ കണ്ടതും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻ വഴി പോവാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യനാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, ഏത് ക്വസ്റ്റ്യനാണ് സ്കിപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈസി ലെവൽ ടു മോഡറേറ്റ് ലെവൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു ടോപ്പിക് എടുത്തു അല്ലെങ്കിൽ ഒരു സിംപ്ലിഫിക്കേഷൻ എടുത്താൽ നമ്മൾ സിംപ്ലിഫിക്കേഷന് ലോട്ട് ഓഫ് PDF, ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് ത്രൂ ടെലഗ്രാമോ അതുപോലെ ഫ്രീ യൂട്യൂബ് ചാനൽസ് ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കി സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. വിത്ത് ടൈമർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്രയും ബെറ്റർ ആയിരിക്കും. ഒരു 5 മിനിറ്റ്സിൽ ഒരു 80 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് എടുത്ത് 80 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഡെയിലി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ആവും. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് മോസ്റ്റ്ലി നിങ്ങളുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കോൺസിൽ ശ്രമിക്കേണ്ടത്. ഇനി അരിത്തമാറ്റിക് ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് പോയിന്റ്സ്, പറഞ്ഞിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അല്ലേ, അത് കൂടാതെ അത് കംപ്ലീറ്റ് സ്ട്രോങ് ആക്കാൻ നോക്കുക. അത് കൂടാതെ ചിലപ്പോൾ വീക്കർ ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ടാവും ഇതല്ലാതെ. അപ്പോൾ അതിൽ ടൈം കണ്ടെത്തി കൂടുതൽ എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് വേയിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടെ നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺസെൻട്രേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതായത് ലാസ്റ്റ് ടൈം ഏതിന് അലോക്കേറ്റ് ചെയ്യുക, അരിത്തമാറ്റിക്കിൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ആദ്യം തന്നെ ക്വസ്റ്റ്യൻ റാൻഡംലി ഒന്ന് ഓടിച്ച് നോക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് സെലക്ട് ചെയ്യണം, ഏതൊക്കെ ടൈം ഓക്കെ ആവും, കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ആദ്യം തന്നെ പാനിക് ആവേണ്ട യാതൊരു കാര്യമില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റിലോട് കൂടെ പോകരുത്. നമുക്ക് ഈസി ആയിരിക്കും, നമുക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയാൽ ഒരു ടോപ്പറിന് നമ്മളെക്കാളും ഒരു 5 മാർക്ക് അധികം ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം എപ്പോഴും കൺസിഡർ ചെയ്തിട്ട് പോവാനായിട്ട്. ഓക്കെ, അല്ലാതെ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ഡിസിഷൻസ് എടുത്ത് പോകരുത്. ഇനി അടുത്തത് റീസണിങ്ങിൻ്റെ സ്ട്രാറ്റജി പറയാം. ഓക്കെ, റീസണിങ്ങിലും ഇത് പറഞ്ഞ പോലെ
35 ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഫോർ പ്രിലിംസ്. 20 മിനിറ്റ്സ് ആണ് അതിന് അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 20 മിനിറ്റ്സിൽ നമുക്ക് എപ്പോഴും അറിയാം പസിൽസിനാണ് കൂടുതൽ ബാങ്ക് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വെയിറ്റേജ് കൂടുതൽ എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റേജിൽ ഇതിൽ തന്നെ ഒരു 12 to 15 അല്ലെങ്കിൽ 12 to 18 ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഏതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം, പസിൽസിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാണ് ഒരു 5 to 8 മിനിറ്റ്സ് എടുത്തിട്ട് ആദ്യം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ഇൻഇക്വാലിറ്റി, ആൽഫ ന്യൂമറിക് ഉണ്ടെങ്കിൽ അത്, ദെൻ ബ്ലഡ് റിലേഷൻ വരും, പിന്നെ ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഓർഡർ ആൻഡ് റാങ്കിങ്, പിന്നെ ഇൻ ബിറ്റ്വീൻ ദ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അത് അസൈൻ ചെയ്യുക അത്, പിന്നെ സിലോജിസം. ഇതൊക്കെയാണ് നമുക്ക് സ്കോർ ബൂസ്റ്റിംഗ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ചില ടൈമിൽ സിലോജിസം ഉണ്ടാവില്ല, അതിന് പകരം നമുക്ക് 4 പകരം 5 ആയിരിക്കും. ചിലപ്പോൾ 5 പസിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ആയിരിക്കും വരാം. ആ 3 ക്വസ്റ്റ്യൻസും ഈസി ആയിരിക്കും. ഇനി ചിലപ്പോൾ ഇയർ ബേസ്ഡ് പസിൽസ് സപ്പോസ് വരില്ല. ഇൻ കേസ് ഇയർ ബേസ്ഡ് പസിൽസ് വരികയാണെങ്കിൽ അത് മാത്രം ഒന്ന് ലാസ്റ്റിലേക്ക് വെക്കുക, കാരണം അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഓക്കെ, അതുപോലെ പേഴ്സൺ ഫേസിങ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ലീനിയർ അൺസർട്ടൈൻ പസിലിൽ തന്നെ പേഴ്സൺ ഫേസിങ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് അങ്ങനെ വരില്ല. ഇൻ കേസ് വരികയാണ് വിത്ത് 2 വേരിയബിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ അതും ലാസ്റ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ റാൻഡം ആയിട്ടുള്ള പസിൽസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി സോൾവ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ ഡെയിലി ഓരോ സെക്ഷൻസിനും അലോക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് എപ്പോഴും നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും അല്ലേ. ആ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ എങ്ങനെയാണ് ട്രിക്കി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത് നോക്കുക. കാരണം റീസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്പീഡാണ് നമുക്ക് റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. നമുക്ക് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഒരു 2 or 2.5 മിനിറ്റ്സ് എങ്കിലും എക്സ്ട്രാ കിട്ടും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റീവിസിറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ചെയ്തതെല്ലാം കറക്റ്റാണോ എന്ന്. കാരണം അൺവാണ്ടഡ് ആയിട്ട് നമ്മുടെ ഒരു പെട്ടെന്നൊരു ആ ഓപ്ഷൻ എടുത്ത ആ എക്സൈറ്റ്മെൻറ്റ് കാരണം ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ തെറ്റിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ വന്നിട്ട് അനാലിസിസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കറിയാം ഒരു മാർക്ക് പോയി അങ്ങനെ. അതായത് ലെസ് ദാൻ ഇപ്പോൾ ഒരു 0.25 മാർക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാതിരിക്കുക, അതിനുള്ള മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ആ കിട്ടുന്ന 2 to 3 മിനിറ്റ്സ് ടൈംസ്, 3 മിനിറ്റ്സ് കിട്ടില്ല എന്നാലും ഒരു 2 മിനിറ്റ്സ് എങ്കിലും നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം നമുക്ക് റീവിസിറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലാരിഫൈ ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് 35 സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഒരു 34 അങ്ങനെ വരും. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീസണിങ് ഇതിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇംഗ്ലീഷിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ 30 ക്വസ്റ്റ്യൻസ് ആണ്, 20 മിനിറ്റ്സ്. ഓക്കെ, എനിക്ക് ബേസിക്കലി ക്വാൻസ് കഴിഞ്ഞു, പിന്നെ റീസണിങ് നമുക്ക് ഒബ്വിയസ്ലി അത് എല്ലാവർക്കും കിട്ടുന്നതാണ്. അതായത് നമുക്ക് അത്യാവശ്യം ഓക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് റീസണിങ് കിട്ടും. റീസണിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സാം ആണ്, കൂടുതൽ കിട്ടുമോ കുറവ് കിട്ടുമോ, എങ്ങനെയും 30+ എല്ലാവർക്കും സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ എനിക്ക് പേഴ്സണലി ഇംഗ്ലീഷും കുറച്ച് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിലും സാധാരണ അത്ര മാർക്ക് കുറവാറില്ല. അറ്റൻഡ് ചെയ്തതിന് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 2 മാർക്സ് ഒരു 3 മാർക്സ് അത്രയും മാക്സിമം ആയിട്ട് നെഗറ്റീവ് സ്കോർ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യണത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ആദ്യം ഞാൻ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ആദ്യം കോൺഫിഡൻസ് തരുന്നത് പാരാജമ്പിളാണ്. അതായത് പാരാജമ്പിളിൽ തന്നെ ഇപ്പം നമുക്ക് 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഏതാണ് ലാസ്റ്റ് ഏതാണെന്ന് നമുക്കത് ടോട്ടൽ ആ ക്ലൂ വായിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ വന്നാൽ തന്നെ ഒരു 3 മാർക്കിന് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പം ജസ്റ്റ് ഒന്ന് ഈ 3 ലൈൻസും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എറർ ഡിഡക്ഷൻ ആണ്. എറർ ഡിഡക്ഷൻസ് മിക്കവാറും ഒന്നില്ലെങ്കിൽ ടെൻസസ് ബേസ് ചെയ്തിട്ടുണ്ടാവും. അതായത് പാസ്റ്റ് ടെൻസോ പ്രസൻറ്റ് ടെൻസോ അങ്ങനെ, അല്ലെങ്കിൽ മിസ്പെൽഡ് വേർഡ് അവിടെ എവിടെയെങ്കിലും തന്നിട്ടുണ്ടാവും, അതായിരിക്കാം മേ ബി ഉള്ള കാരണം. അല്ലെങ്കിൽ ആ സെൻറ്റൻസിൽ എന്തോ ഒരു റോങ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സാം, അതായത് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വസ്റ്റ്യൻസ്. ഒരു ഹാഡ് അല്ലെങ്കിൽ ഹാഡ് ബീനോ ബീയിങ് പ്ലസ് ബീനോ അങ്ങനെ എന്തെങ്കിലും അവർ തന്നിട്ടുണ്ടാവാം. മിസ്യൂസ് ഓഫ് ദാറ്റ് വേർഡ്സ് ആയിരിക്കും അത് കണ്ടത്. നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് എറർ ഡിഡക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും RBI അസിസ്റ്റൻറ്റിൽ വരാറുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്ലോസ് ടെസ്റ്റോ അതുപോലെ ഫില്ലേഴ്സോ ഇത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ലാസ്റ്റ് മാത്രം നിങ്ങൾ ചിലപ്പോൾ ചില ടൈപ്പിൽ ഇപ്പോൾ 2023 2024 അതെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പാറ്റേൺ വേർഡ് സ്വാപ്പിംഗ് ഉണ്ടാവാം. ഓക്കെ, വേർഡ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക്
എക്സ്പെക്റ്റ് ചെയ്യാം. വേർഡ് സ്വാപ്പിംഗ് ഇപ്പോൾ കോളം ബേസ് തരാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്പർ തന്നിട്ട് ഏതാണ് ഏത് വേർഡുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വിത്ത് ഓപ്ഷൻസ് തരാം. അതും പ്രോബബ്ലി ഈസി ആയിരിക്കും. 1 to 2 ക്വസ്റ്റ്യൻസ് എങ്കിലും ഇതിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഏതിലോട്ട് പോയാൽ മതി? RCയിലോട്ട് പോയാൽ മതി, റീഡിങ് കോംപ്രിഹെൻഷൻ. ഓക്കെ, അപ്പോൾ ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ ഷുവറായിട്ടും അതും ഈസി ആയിരിക്കും, ഒന്ന് മോഡറേറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈസി ആയിട്ടുള്ള റീഡിങ് കോംപ്രിഹെൻഷൻ ചൂസ് ചെയ്യുക, ദെൻ അത് കഴിഞ്ഞിട്ട് മതി മോഡറേറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൻ്റെ മാർക്ക് ആണ് നമ്മുടെ റിയലി നമുക്ക് ഗെയിം ചേഞ്ചറായി മാറുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ കോൺസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺസിലൊരു 32, 33, 34 വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. റീസണിങ്ങിൽ ഒരു 35 തന്നെ ഷുവറായിട്ട് കിട്ടും. അപ്പോൾ 30, 35 എന്ന് വെച്ചാൽ 65 ഇവിടെ ഒരു 28 കിട്ടിയാലേ ഈ 94 ആവുള്ളൂ. ഗോട്ട് ഇറ്റ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി പറയുന്നത് അവിടെ നമുക്ക് 34, ഇവിടെ 35, അപ്പോൾ തന്നെ എത്രയായി? 49. അതായത് 69. അതായത് 70ൽ 69 അല്ലെങ്കിൽ 70 ഔട്ട് ഓഫ് 70 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 24 കിട്ടിയാൽ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ 24 എന്ന് പറയുന്നത് അറ്റംപ്റ്റ് അല്ല, അത് മാർക്കാണെന്ന് ആലോചിക്കണം. ഇംഗ്ലീഷിൽ 24 എങ്കിലും കിട്ടണം. ഓക്കെ, അത് അത്രയും ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ RC ഒക്കെ നമുക്ക് സ്റ്റോറി ബേസ്ഡ് ആയിരിക്കും വരാം. അപ്പോൾ അത്രയും എളുപ്പമായിരിക്കും, അതുകൊണ്ട് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഡെയിലി നിങ്ങൾ RBI അസിസ്റ്റൻറ്റിൻ്റെ ആദ്യം ഒരു ബിഗിനറാണ്, നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ ആദ്യം ബേസിക്സ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഈ 90+ കട്ട് ഓഫ് വരും അല്ലെങ്കിൽ 94 കട്ട് ഓഫ് വരും എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാതിരിക്കരുത്. ബിക്കോസ് ഏതൊരാൾക്കും ഇപ്പോൾ ഏതൊരു ഞാൻ ആവറേജ് ആണെന്ന് തോന്നുന്ന ആളുകൾക്കും നമുക്കൊരു വിത്തിൻ ഒരു 2-3 മന്ത്സിൽ കംപ്ലീറ്റ് പ്ലാനിങ്ങോട് കൂടി ചെയ്താൽ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ഏപ്രിലാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വന്നാലേ എക്സാം ഡേറ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് 10A2 എന്ന് പറയുന്നത് ഏപ്രിലാണ്. ഓക്കെ, ഏപ്രിൽ ടു മെയിൽ അധികം ബാങ്ക് എക്സാം ഇല്ല. അപ്പോൾ RBI മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ ആസ് എ ബിഗിനർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സ്കോറിങ് തരുന്ന ഒരു എക്സാമായി മാറും RBI എന്ന് പറയുന്നത്. അത്രയും ബാങ്ക് എക്സാമിനോട് ഒരു പ്രിപ്പറേഷൻ തുടങ്ങാൻ ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് RBI അസിസ്റ്റൻ്റ് ആയിരിക്കും. അത്രയും ഈസി ആയിരിക്കും. അപ്പോൾ ഒരു കോൺഫിഡൻറ്റ് തരുന്ന ഒരു എക്സാം കൂടിയായിരിക്കും RBI എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബേസിക് സ്ട്രോങ് ആക്കുക. ഓക്കെ, ബേസിക് സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്കും കിട്ടുന്ന ഓരോ ടോപ്പിക്കും മാക്സിമം എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു ആവറേജ് അല്ല, ഒരു മിഡിൽ ടു ടോപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 15 to 20 മാർക്സ് എങ്കിലും ഡെയിലി എടുത്തിരിക്കുക. അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ചെയ്യുള്ളൂ എന്നല്ല, ഡെയിലി നിങ്ങൾ എടുക്കാം. നിങ്ങൾക്കത് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സെക്ഷണൽ മോക്ക് കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുക. സെക്ഷണൽ മോക്ക് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഡെയിലി വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ന്യൂസ് പേപ്പർ വായിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് RCയുടെ നമുക്ക് റീഡിങ് ഹാബിറ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് RC വിത്തിൻ 2-3 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ആ 10 ക്വസ്റ്റ്യൻ 3 മിനിറ്റ്സ് അല്ല, വിത്തിൻ ഒരു 5 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ആ 10 ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും സ്പീഡ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മോക്ക് മാത്രം ചെയ്തതുകൊണ്ട് പോരാ, ആ മോക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം 2 മോക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മോക്ക് ചെയ്തിട്ട് വിത്ത് അനാലിസിസ് ചെയ്യുക. എവിടെയാണോ നമ്മുടെ വീക്ക് പോയിന്റ് അത് മനസ്സിലാക്കിയിട്ട് അതിന് ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഡെയിലി ക്വാൻസിൻ്റെയും അതുപോലെ തന്നെ റീസണിങ്ങിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തതായിരിക്കും ഫ്രം ദ ബിഗിനിങ്. ഓക്കെ, നമ്മൾ മെയിൻസിൻ്റെ ഹൈ ലെവൽ DAs ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ആദ്യം ഇപ്പോൾ പ്രിലിമിനറിക്കാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ അവർ ടെലഗ്രാം ഗ്രൂപ്പ്. ഓക്കെ, താങ്ക് യു.